നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം രാഷ്ട്രീയ തലത്തിലേക്ക്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് SIT. ഏതായാലും ശവന്തീനികളല്ല. ദൈവതുല്യർ ആര് എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ലെന്നും എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. സ്വർണ്ണപ്പാളിയിൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാറിന്റെ മൊഴി. പാളി പുതുക്കുന്നത് ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടുവെന്നും വിജയകുമാർ. ഡീമണിയെയും ബാലമുരുകനെയും SIT ചോദ്യം ചെയ്യുന്നു. അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥർ കൂടി. കേരളത്തിൽ സനാതനധർമ്മത്തിന് അടിത്തറ പാകിയത് ശ്രീനാരായണ ഗുരുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഗുരുവിനെയും ശങ്കരാചാര്യരെയും പോലുള്ള മഹാത്മാർ കേരളത്തിന്റെ സംഭാവനകളെന്നും ഇന്ത്യ ഒരുമിച്ച് നിൽക്കുന്നതിന് കാരണം ഇവരെന്നും ഉപരാഷ്ട്രപതി. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെങ്ങന്നൂർ വിശാൽ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ 19 പ്രതികളെയും വെറുതെ വിട്ടത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. വിധി വന്നത് കൊല നടന്ന് 13 വർഷത്തിന് ശേഷം. അപ്പീലിന് പ്രോസിക്യൂഷൻ. ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. വിയോഗം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 80ാം വയസ്സിൽ വിടവാങ്ങിയത്. പട്ടാള ഭരണത്തിന് എതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉരുക്കു വനിത. ഇന്ത്യ ശ്രീലങ്ക 5ാം വനിതാ T20 ഇന്ന്. പരമ്പരയിലെ അവസാന മത്സരം വൈകിട്ട് 7 മുതൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ആദ്യ 2 കളികളും ജയിച്ച ഇന്ത്യ ഇറങ്ങുന്നത് പരമ്പര തൂത്തുവാരാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടിയത്. കോടതി നടപടികൾക്ക് ശേഷം പുറത്തിറങ്ങിയ പത്മകുമാറിന്റെ പ്രതികരണവും ഉണ്ടായി. ദൈവതുല്യർ ആര് എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ലെന്നും എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നുമായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ഏതായാലും ശവന്തീനികളല്ല. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, പത്മകുമാറിന് എന്താണ് പറയാനുള്ളത് എന്ന് കാത്തു നിൽക്കുകയായിരുന്നല്ലോ സുധീഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ വിജിലൻസ് കോടതിക്ക് മുന്നിൽ. പത്മകുമാർ എന്താണ് പറഞ്ഞത്? തീർച്ചയായും പത്മകുമാറിനോട് ദൈവതുല്യൻ എന്നുള്ള ഒരു പദം പ്രയോഗിച്ചിരുന്നു ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ദൈവതുല്യൻ എന്ന് അറിയണമായിരുന്നു. അത്തരത്തിലൊരു ചോദ്യമാണ്. കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്നൊരു ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. എന്നാൽ അതിന് അദ്ദേഹം അല്പനേരം ആലോചിച്ചതിന് ശേഷം ശവന്തീനികൾ അല്ല എന്ന തരത്തിലുള്ള ഒരു മറുപടി പറയുകയുണ്ടായി. ഒപ്പം ദൈവതുല്യൻ ആര് എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ലെന്നും മറുപടി പറഞ്ഞു. എല്ലാം ചെയ്തത് പത്മകുമാർ എന്നാണല്ലോ പലരുടെയും മൊഴി എന്ന ചോദ്യത്തിന് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്ന ഒരു മറുപടിയും പറഞ്ഞുകൊണ്ടാണ് പത്മകുമാർ കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ നിന്നും മടങ്ങിയത്. ഏതായാലും ഇത്തരത്തിൽ പത്മകുമാറിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ പത്മകുമാർ ഇപ്പോഴും വിശ്വസിക്കുന്നു താൻ സംരക്ഷിക്കപ്പെടും, താൻ സുരക്ഷിതനാണ്, താൻ ഈ കേസിൽ നിന്നും ഒഴിവാക്കും എന്ന തരത്തിലുള്ള ഒരു സംരക്ഷണം എവിടെ നിന്നോ ലഭിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു തോന്നൽ പത്മകുമാറിലുണ്ട് എന്ന തരത്തിൽ ആ ആത്മവിശ്വാസത്തിലൂടെയാണ് പത്മകുമാർ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. ഏതായാലും ദൈവതുല്യൻ ആര് എന്ന ചോദ്യത്തിന് അത് കടകംപള്ളി ആണോ എന്ന ചോദ്യത്തിനാണ് ശവന്തീനികളല്ല. ചുറ്റുമുള്ള പലരുടെയും മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പത്മകുമാറിലേക്കാണല്ലോ കൂടുതൽ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിലെ കേസുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ നീങ്ങുന്നത് എന്ന ചോദ്യത്തിനാണ് എല്ലാം ശവന്തീനികളാണ്, വേട്ടനായ്ക്കൾ ഉണ്ട് എന്നൊക്കെ തരത്തിലുള്ള വേട്ടനായ്ക്കൾ ആണ് ചുറ്റുമുള്ളത് എന്നൊക്കെ തരത്തിലുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്വാഭാവികമായും പത്മകുമാർ ഈ SITയുടെ അന്വേഷണത്തിൽ പല വട്ടങ്ങളിലും പലരും മൊഴി നൽകിയിരിക്കുന്നത് പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള മൊഴികളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രതികരണം പത്മകുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി
പൂർത്തിയായതോടുകൂടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയത്. തുടർന്ന് 14 ദിവസത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ദ്വാരപാലക കേസിലുള്ള ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത് 7-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ ഭണ്ഡാരി എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയുണ്ടായി. അത് 1 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് SIT ആണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിലും വരും ദിവസങ്ങളിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. നീട്ടിയിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടിയത്. കോടതി നടപടികൾക്ക് ശേഷം പുറത്തിറങ്ങിയ പത്മകുമാറിന്റെ പ്രതികരണവുമുണ്ടായി. ദൈവതുല്യർ ആര് എന്ന ചോദ്യത്തിന് വേട്ടനായ്ക്കളല്ലെന്നും എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നുമായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, ഒടുവിൽ SIT കടകംപള്ളിയിലേക്ക് എത്തുകയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഒരു സുപ്രധാനമായ ഒരു വഴിത്തിരിവ് തന്നെ ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു നീക്കം SITയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. എല്ലാ കണ്ണുകളും ഒത്തുനോക്കിയിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ 2019 ഏറ്റവും നിർണായകമായ നീക്കം, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ നീക്കം നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് അത് അങ്ങനെ അങ്ങ് കണ്ണടയ്ക്കാനാവുകയില്ല. അത് പുറത്തു കൊണ്ടുവരണം. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ, ആരാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഉന്നതൻ എന്നൊക്കെ നിരന്തരം ഇപ്പോൾ പ്രതിപക്ഷ VD സതീശൻ അടക്കമുള്ളവർ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആരോപണം ഉന്നയിക്കുകയും വിമർശനവും കടുത്ത ഭാഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് വരെ ഫയൽ ചെയ്തിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ വ്യക്തമായൊരു പങ്കുണ്ട് എന്ന പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു. ഒറ്റ കാര്യം, കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു എന്നാണോ അറിയാനാവുന്നത്? SIT ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശനിയാഴ്ച SIT അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെടുത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് SIT എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്തിട്ടില്ല എന്നായിരുന്നു ഇത്രയും നാളും പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉന്നതരുടെയൊക്കെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ഉന്നതരുടെ ഒത്താശില്ലാതെ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ ഭരണസമിതിക്ക് പോലും ഒറ്റയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഭരണസമിതിക്ക് അപ്പുറത്തേക്ക് ഭരണപരമായ ഇടപെടലുകൾ, വകുപ്പിൽ നിന്നുള്ള ഇടപെടലുകൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ഉന്നതരുടെ ഒരു ഒത്താശ ഇതിലുണ്ടെങ്കിൽ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? അങ്ങനെയാണ് എല്ലാ കണ്ണുകളും എന്തുകൊണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി പോലും ചോദ്യം ഉന്നയിച്ചതാണ്. ഹൈക്കോടതി കഴിഞ്ഞ കേസ് പരിഗണിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് എടുത്തു പറഞ്ഞു തന്നെ ചോദിച്ചാൽ എന്തുകൊണ്ട് കടകംപള്ളി അന്നത്തെ ദേവസ്വം മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന്. അതുകൊണ്ട് തന്നെയും ആ ശരിയായ ദിശയിലേക്ക് ഇപ്പോൾ SIT അന്വേഷണം നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെ കൂടുതൽ വ്യക്തത വരുത്താനും കൃത്യമായ ഒരു അന്വേഷണ ദിശയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി തെളിവ് ശേഖരിക്കുക, മൊഴിയെടുക്കുക, ഇതിന്റെയൊക്കെ ഭാഗമായാണ് SIT അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ നിന്ന് എന്തൊക്കെയാണ് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകുന്ന ഒരു മറുപടി വിശദീകരണം, ഇതൊക്കെ തന്നെ ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിൽ അതീവ നിർണായകവും അതീവ പ്രധാനവുമാണ്. കാരണം ഇപ്പോൾ വിജയകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും, റിമാൻഡിലായിരുന്ന വിജയകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എല്ലാം സഖാവ് പറഞ്ഞതനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അത് പത്മകുമാറിനെ തന്നെയാകും ഉദ്ദേശിക്കുക. കാരണം പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഭരണസമിതിയിലെ അംഗങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറാണ് ചെയ്തത് എന്ന് അന്ന് ഭരണസമിതിയിലെ അംഗങ്ങൾ മൊഴി നൽകുന്നു. വിജയകുമാറിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം പറയുന്നിടത്തൊക്കെ ഈ വിജയകുമാർ ഒപ്പിട്ടു. ഭരണസമിതിക്ക് അന്ന് ആ 3 പേർക്കും കൃത്യമായതിൽ പങ്കുണ്ടായി എന്ന് തന്നെയാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം അതിനപ്പുറത്തേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിക്കോ വകുപ്പിന്റെയോ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലാണ് സംശയമുള്ളത്. ആ സംശയത്തിന്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി
വേണ്ടിയാണ് SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഇനിയിപ്പോൾ ഉണ്ടാവുക എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയമായി ഒത്തിരി തുടർ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇതിലേക്ക് അന്വേഷണം നീങ്ങി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോഴും പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ദേവസ്വം മന്ത്രിമാർക്ക് ഓരോ തവണയും പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടാവും, 1-2 പിണറായി സർക്കാരുകളുടെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാർക്ക് ഇതിൽ വ്യക്തമായി പങ്കുണ്ട്. അവരുടെ പങ്ക് അങ്ങനെ തള്ളിക്കള എന്തുകൊണ്ട് അവരെ അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നില്ല, അവരെ ചോദ്യം ചെയ്തില്ല. അതിൽ ഏറ്റവും പ്രധാനം കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരുന്നു. എല്ലാ കണ്ണുകളും ആ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും നമുക്കറിയാം, അദ്ദേഹം ഇപ്പോഴും നിയമ പോരാട്ടം ഒരു ഭാഗത്തോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി തന്റെ പേരിൽ ഇതിൽ വലിച്ചിരിക്കുന്നു. ഏതെങ്കിലും തെളിവുകൾ പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവരട്ടെ, ആ നിമിഷം തന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് വെല്ലുവിളിച്ച കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് മായ അൺഫിൽട്ടേഡ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയിരിക്കുകയാണ് SIT. ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം ചോദ്യം ചെയ്തു എന്നാണ് ആൽഫ്രഡ് ഡിസൂസ റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. സംഘത്തിൽ 2 ഇൻസ്പെക്ടർമാരെ കൂടി ചേർത്ത് വിപുലീകരിക്കും. പത്മകുമാറിനും ഗോവർദ്ധനും ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് SIT കോടതിയെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വിപുലീകരിച്ചിരിക്കുകയാണല്ലേ ഹൈക്കോടതി? 2 അംഗങ്ങളെ കൂടി ചേർത്തിരിക്കുന്നു, 2 ഇൻസ്പെക്ടർമാരെ. തീർച്ചയായും സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 അന്വേഷണ സംഘം 2 ഇൻസ്പെക്ടർമാരെ കൂടി ചേർത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പ്രകാരമാണ് ഹൈക്കോടതി ഇത് അനുവദിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയാണ് ഇത് ഇപ്പോൾ 2 പേരെ കൂടി ചേർക്കാനുള്ള ഒരു അനുമതി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ പത്മകുമാരനും ഗോവർദ്ധനും രണ്ടാമത്തെ കേസിൽ ഗോവർദ്ധന്റെ 2 കേസുണ്ടായിരുന്നു. ഒരു കേസിൽ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കും. ഇവർക്ക് നല്ല സ്വാധീന ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളണം എന്ന് SIT പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജേഷാണ് ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റവന്യൂ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തി. പെരുന്നാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ അളവെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SITയുടെ ആവശ്യപ്രകാരമാണ് പെരുന്നാട് വില്ലേജ് ഓഫീസർ S ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ അളവെടുപ്പ് നടന്നത്. SITക്ക് കോടതിയിൽ നൽകാൻ സീൻ പ്ലാൻ തയ്യാറാക്കാനാണ് സ്ഥലം പരിശോധിച്ച് റവന്യൂ സംഘം സ്കെച്ച് തയ്യാറാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശികളായ D മണി, ബാലമുരുകൻ എന്നിവരുടെ ചോദ്യം ചെയ്യൽ SITയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. D മണി അഭിഭാഷകനൊപ്പവും ബാലമുരുകൻ ഭാര്യയ്ക്കൊപ്പവുമാണ് SIT ഓഫീസിൽ എത്തിയത്. D മണിയെ ചുറ്റിപ്പറ്റി വലിയ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാൽ വധക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്താനായില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം വിധി നിരാശാജനകമാണെന്നും മതിയായ സാക്ഷികൾ ഉണ്ടായിരുന്നുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. കോന്നി NSS കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന വിശാലിന് 2012 ജൂലൈ 16 കുത്തേൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിശാൽ പിറ്റേന്ന് മരിച്ചു. വിശാൽ കൊല്ലപ്പെട്ട് 13 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇന്ന് വിധി വന്നത്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 20 പേരാണ് കേസിലെ പ്രതികൾ. ABVPയുടെ ചെങ്ങന്നൂരിലെ സജീവ പ്രവർത്തകനായിരുന്നു 19-കാരനായ വിശാൽ. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യവർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ ABVP സംഘടിപ്പിച്ച ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിക്കായി എത്തിയപ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു.
വിശാലിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ അതീവ ഗുരുതരമായി പ്രതികൾ മുറിവേൽപ്പിക്കുകയും മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ ആരോപണമുണ്ട്. ABVP പ്രവർത്തകരായ വിഷ്ണുപ്രസാദിനും ശ്രീജിത്തിനും ഉൾപ്പെടെ 10ഓളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പിറ്റേ ദിവസം മരണപ്പെട്ടു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പ്രതികളുടെ അറസ്റ്റ് വൈകുന്നു എന്ന പരാതിയെ തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേരാണ് കേസിൽ അറസ്റ്റിലായത്. സാക്ഷികളായ ക്യാമ്പസിലെ KSU SFI പ്രവർത്തകർ വിചാരണവേളയിൽ മൊഴി മാറ്റിയിരുന്നു. കേസിലെ 19 പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. അതേസമയം നിരാശാജനകമായ വിധിയാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. കോടതിക്ക് മുന്നിൽ തെളിവുകളും സാക്ഷികളെയും ഹാജരാക്കിയിരുന്നു. എന്നാൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി നിരാശ നൽകുന്നതാണെന്നും വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങളെ വർഗീയവൽക്കരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണമെന്നും ചിന്താവാരികയിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായത് എന്ന CPMന്റെ വിലയിരുത്തലിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ലേഖനം എന്നത് ശ്രദ്ധേയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് വൻ തിരിച്ചടിയായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളിലെ ചോർച്ച പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയമൊക്കെ ജില്ലാ കമ്മിറ്റികളിൽ വലിയ ചർച്ചയായെങ്കിലും അതിനേക്കാൾ ഉപരിയായി PM ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും CPM നേതാക്കളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുസ്ലിം ഇതര നേതാക്കളെ BJPയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് നടത്തിയ പ്രചരണങ്ങളുമാണ് തിരിച്ചടിക്ക് കാരണമായത് എന്നും പാർട്ടി വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന CPM നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകളെ മടക്കിക്കൊണ്ടുവരാനാണ് പ്രാധാന്യം നൽകുന്നതും. അതിന് മുന്നോടിയായിട്ടാണ് ചിന്താവാരികയിലെ മുഖ്യമന്ത്രിയുടെ ലേഖനം. ഇടതുമുന്നണി ന്യൂനപക്ഷങ്ങളെ എക്കാലവും സവിശേഷതയോടെ കണ്ടുവെന്നും അവരുടെ ആശങ്ക കേൾക്കാനും പരിഹരിക്കാനും ഈ സർക്കാർ എന്നും തയ്യാറായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ പറയുന്നു. നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം അതിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഒരാളെയും ഉപേക്ഷിക്കില്ല എന്നും ഒപ്പം നിർത്തുമെന്നുമുള്ള സന്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകുമ്പോൾ ഇവയൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി ആയുധമാക്കി മാറ്റുക എന്ന് വ്യക്തം. തൃശൂർ മറ്റത്തൂർ നഗരസഭ, കർണാടകയിലെ ബുൾഡോസർ വിഷയം, ഒപ്പം സർക്കാർ ലഭ്യമാക്കാൻ പോകുന്ന നേറ്റിവിറ്റി കാർഡ് എന്നിവ ഉപയോഗിച്ചുള്ള പ്രചരണത്തിനാണ് CPM മുൻതൂക്കം നൽകുന്നതും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അസുഖബാധിതയായി ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അന്ത്യം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 2 ആഴ്ചകൾക്ക് മുമ്പ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്തതായി ഡോക്ടർമാർ നിരീക്ഷിച്ചിരുന്നു. ഹൃദയമിടിപ്പിൽ താളപ്പിഴ കണ്ടെത്തിയതിന് പിന്നാലെ 4 ദിവസത്തിന് ശേഷം കാർഡിയക് ICUയിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. അണുബാധ ഹൃദയത്തെയും ശ്വാസകോശത്തെയും ബാധിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ബംഗ്ലാദേശിലെ ആദ്യ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തിയ വനിതാ പ്രധാനമന്ത്രിയായി ചരിത്രത്തിൽ സ്ഥാനം നേടിയ രാഷ്ട്രീയ നേതാവായിരുന്നു ബീഗം ഖാലിദ സിയ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടോയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഈ ബഹുമതി സ്വന്തമാക്കിയ 2ാമത്തെ വനിതയാണ്. ഫോബ്സ് മാസിക ലോകത്തെ ഏറ്റവും ശക്തരായ സ്ത്രീകളുടെ പട്ടികയിൽ ഖാലിദ സിയയെ 2004-ൽ 14-ാം സ്ഥാനത്തും 2005-ൽ 29-ാം സ്ഥാനത്തും 2006-ൽ 33-ാം സ്ഥാനത്തും ഉൾപ്പെടുത്തിയിരുന്നു. 1945-ൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലാണ് ബീഗം ഖാലിദ സിയയുടെ ജനനം. ചായക്കച്ചവടക്കാരനായ പിതാവിനൊപ്പം ഇന്ത്യ വിഭജനത്തിന് ശേഷം കുടുംബസമേതം ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക്. യുവ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സിയാവുർ റഹ്മാനെ വിവാഹം കഴിക്കുന്നത് 15-ാമത്തെ വയസ്സിൽ. 1981-ൽ ചിറ്റഗോങ്ങിൽ വെച്ച് സൈനിക ഉദ്യോഗസ്ഥർ സിയാവുർ റഹ്മാനെ വധിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ പൊതുരംഗത്ത് അതുവരെ സജീവമല്ലാതിരുന്ന ബീഗം ഖാലിദ സിയ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തി. അവിടെ തുടങ്ങുകയായിരുന്നു ഖാലിദ സിയ എന്ന രാഷ്ട്രീയ നേതാവിന്റെ യാത്ര. তারা সকল প্রলোভন প্রত্যাখ্যান করে গণতন্ত্রের সৎ চর্চা করেছেন.
1990-ൽ ഇർഷാദിന്റെ ഭരണകൂടം നിലം പതിക്കുന്നതുവരെ ജനാധിപത്യത്തിനായുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി ഖാലിദ. അന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച ബഹുകക്ഷി രാഷ്ട്രീയം, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വതന്ത്ര വിപണി, ഉത്തരവാദിത്തം എന്നിവയിലൂന്നിയായിരുന്നു ഖാലിദ സിയയുടെ പ്രവർത്തനവും. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടവുമായി 1991-ൽ സിയ അധികാരത്തിലെത്തി. പിന്നീട് 96 വരെയും 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ഭരണത്തിൽ. 2006-ൽ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ രാജിവെച്ചു. തന്റെ ഭരണകാലയളവിൽ നിർണായക തീരുമാനങ്ങളും നീക്കങ്ങളും അവർ നടത്തി. പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമാക്കി. 70% നിരക്ഷരരുണ്ടായിരുന്ന ഒരു രാജ്യത്ത് യുവതികളെ പഠിപ്പിക്കുന്നതിനായി എടുത്ത തീരുമാനങ്ങൾ ശ്രദ്ധേയമായി. 10ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകിയത് നിർണായക ഇടപെടലായി. ആ സമയത്ത് ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് വെച്ച വിദേശ നയങ്ങളും സാമ്പത്തിക പരിഷ്കരണങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 2008-ൽ ഷെയ്ഖ് ഹസീന സർക്കാർ രൂപീകരിച്ചതോടെ സിയയ്ക്കെതിരെ അഴിമതി വിരുദ്ധ കമ്മീഷൻ കേസ് ഫയൽ ചെയ്തു. വിവിധ കേസുകളിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സിയയെ 17 വർഷത്തേക്ക് ജയിലിലടച്ചു. ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചതോടെ 2024 ഓഗസ്റ്റിലാണ് ജയിൽ മോചിതയായത്. പിന്നാലെ 2025-ൽ എല്ലാ അഴിമതി കേസിലും ബംഗ്ലാദേശ് സുപ്രീം കോടതി അവരെ കുറ്റവിമുക്തിയാക്കി. ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ട ശേഷം രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ആദ്യ വനിതാ പ്രധാനമന്ത്രിയുടെ വിയോഗം. ന്യൂസ് ഡെസ്ക്, അമൃത TV. പക്ഷിപ്പനി ബാധയെ തുടർന്ന് ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ കോഴിയിറച്ചിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് ആവശ്യം. ശീതീകരിച്ച കോഴിയിറച്ചി ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് KHRAയുടെ പ്രതിഷേധം നടക്കുന്നത്. ജില്ലയിലെ 1500ഓളം ഹോട്ടലുകളാണ് സമരത്തിന്റെ ഭാഗമായത്. കൊച്ചി ബ്രോഡ്വേയിലുണ്ടായ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചു. ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള ഫാൻസി സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാണ് അഗ്നിക്കിരയായത്. 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ പുലർച്ചെ വരെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാവാം തീ പടർന്നതെന്നാണ് സംശയിക്കുന്നത്. Amritam powered by Dhanalakshmi Bank, banking on relationships forever. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. മണ്ഡലപൂജകൾ കഴിഞ്ഞ് ഡിസംബർ 27 രാത്രി 10-ന് ഹരിവരാസനം പാടി അടച്ച നട ഇന്ന് തുറക്കുന്നതോടെ ശബരിമലയിൽ വീണ്ടും ശരണമന്ത്രങ്ങൾ നിറയും. വൈകിട്ട് 5-ന് മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകരും. അതിനുശേഷം തീർത്ഥാടകർക്ക് 18ാം പടി കയറി അയ്യപ്പ ദർശനം നടത്താം. മാളികപ്പുറം ക്ഷേത്രനട മേൽശാന്തി MG മനു നമ്പൂതിരിയും തുറക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 12-ന് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. പരമ്പരാഗത പാതയിലൂടെ വിവിധ ക്ഷേത്രങ്ങളും കടന്ന് ഘോഷയാത്ര ശബരിമലയിൽ മകരവിളക്കിന് മുന്നോടിയായി എത്തിച്ചേരുന്നതോടെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇക്കൊല്ലം മണ്ഡലകാലത്ത് ക്ഷേത്രം തുറന്നതു മുതൽ ഡിസംബർ 27-ന് നട അടയ്ക്കുന്നതുവരെ സന്നിധാനത്ത് 36,33,191 പേർ ദർശനം നടത്തി. ഓൺലൈൻ ബുക്കിംഗിലൂടെ 30,91,183 പേരും, സ്പോട്ട് ബുക്കിംഗിലൂടെ 4,12,075 പേരും, പുൽമേട് വഴി 12,09,933 പേരുമാണ് ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,83,435 തീർത്ഥാടകർ കൂടുതലായി എത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നതിനാൽ മകരവിളക്ക് മഹോത്സവകാലത്തും കൂടുതൽ ഭക്തർ എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും. അമൃത ന്യൂസ്, സന്നിധാനം. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി KSRTCക്ക് കൈമാറിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിക്ക് പുറത്ത് സർവീസ് നടത്തുന്നതിനെതിരെ ഭരണസമിതി രംഗത്തെത്തി. കരാർ ലംഘിച്ചുകൊണ്ട് മറ്റു റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ. കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി KSRTC സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്ന് മേയർ VV രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കോർപ്പറേഷൻ നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരപരിധിക്ക് പുറത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും.
കോർപ്പറേഷനിലെ ഇ ബസ് തർക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ ബസ്സുകൾ നഗരപരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നും ബസ്സുകൾ ഉടൻ തന്നെ തിരിച്ചെടുക്കണമെന്നും മേയർ വി രാജേഷ് പ്രതികരിച്ചിരുന്നു. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ഞങ്ങൾക്കും പറയാനുണ്ടെന്നും തെരുവുനായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ 4 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഇതിനോടകം തന്നെ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. അവസാന മത്സരത്തിലും മികച്ച വിജയം കരസ്ഥമാക്കി പരമ്പര തൂത്തുവാരാനാണ് ഇന്ത്യൻ വനിതകൾ ലക്ഷ്യമിടുന്നത്. വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന മികച്ച ഫോമിലേക്ക് ഉയർന്നത് ഇന്ത്യൻ ക്യാമ്പിന് പ്രതീക്ഷ പകരുന്നു. അവസാന 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മയുടെ മികച്ച പ്രകടനവും ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതേസമയം അവസാന മത്സരത്തിലെങ്കിലും ആശ്വാസജയം കണ്ടെത്താനാണ് ക്യാപ്റ്റൻ ചമരി അട്ടപ്പട്ടുവിന്റെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കൻ വനിതകളെ ലക്ഷ്യം. വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. നമസ്കാരം.